ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിയും അരിപ്പൊടിയും ഒന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ പാലപ്പമാണ് തയ്യാറാക്കുന്നത്. തലേന്ന് അരിയൊന്നും കുതിർക്കാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ തന്നെ അരച്ചു വെച്ച് അപ്പോൾ തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പാലപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുള്ള 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് ഒന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. റവ എടുത്ത കപ്പിന് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് മിക്സാക്കി വെച്ചേക്കുന്ന ആ ചെറു ചൂടുള്ള പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും റവ നന്നായി കുതിർന്ന് ഒന്നുകൂടെ തിക്കായി വരും. ഇതാ 10 മിനിറ്റിന് ശേഷം റവയെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. ജാറിലേക്ക് മിക്സ് മുഴുവനായും ചേർത്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു നുള്ളു ജീരകവും കൂടി ഇട്ട ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. ഇതാ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു തവി കൊണ്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ തന്നെ വേണ്ട കേട്ടോ ഇത് പൊങ്ങി കിട്ടാനായിട്ട്. പക്ഷെ നമ്മളിവിടെ 1/4 ടീസ്പൂൺ ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ തലേന്ന് അരച്ച് വെക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഒന്നും ചേർക്കണ്ട കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് പെർമനൻ്റായിട്ട് കിട്ടും. പിന്നെ ഞാനിത് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലൊരു പ്ലേറ്റ് വെച്ച് അതിന് മുകളിലായി മാവൊഴിച്ച പാത്രം ഇറക്കി വച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടിയിട്ടോ. ഞാനിത് വെളുപ്പിന് 5 മണിക്കാണ് അരച്ച് വെച്ചത്. 6:30 ആയപ്പോഴേക്കും നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് ബബിൾസ് വന്ന ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നോക്കിയേ, നല്ല അടിപൊളി പാലപ്പമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇതാ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ചുട്ടെടുക്കാം. അവൽ ചേർത്തേക്കുന്ന കൊണ്ട് നല്ല സോഫ്റ്റും സ്വാദുമാണ് നമ്മുടെ റവ പാലപ്പത്തിനുള്ളത്. അപ്പോൾ ബാക്കി മാവ് കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം.
അങ്ങനെ ദാ നമ്മളെല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഏത് കറിയാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി ഇല്ലാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നാലും ഇനി ഇതുപോലെ റവ ഉണ്ടെങ്കിൽ ഇതുപോലൊരു അപ്പം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവ പാലപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.